നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. നീ നിന്റെ വീട്ടിൽ തന്നെ വിളിച്ചാൽ മതി. ബാക്കി ലക്ഷ്യമായിട്ട് ആവശ്യമില്ല മറ്റുള്ളവരുടെ കുടുംബകാരൊന്നും കയറി ഇടപെടല്ലേ. അവളുടെ അമ്മായിയമ്മ ഇതിനൊക്കെ കൂട്ട് നിൽക്കുന്നുണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട്. നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്, പുള്ളിയുടെ നമ്പർ അയച്ചു തരാം. നീ പുള്ളിനെ വിളിച്ച് ഒരു ഡിവോഴ്സ് കേസ് അത് ഫയൽ ചെയ്യും. അപ്പൊ ചേച്ചി ഡിവോഴ്സ് ആക്കിയിട്ട് അടങ്ങും. ചേട്ടാ ഇവരിപ്പം എന്തിനാ ഇങ്ങോട്ട് വരണം? ഇത് വലിയൊരു വള്ളിയായി തീരും. ഹായ് ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിൻ്റെ ഒരു പുതിയ പ്രമേയം എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടക്കാശി പ്രമേയമാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ലച്ചുവിൻ്റെ വിക്രിയകളാണ് അതിനകത്ത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ലച്ചു ഭയങ്കരമായിട്ട് ഇന്ന് അവരോട് ഫോൺ വിളിച്ച് ഡൈവോഴ്സ് ചെയ്യുന്ന കാര്യവും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഉപ്പുമുളക് വീട്ടിലെ ഭവാനിയമ്മയും ശിവാനിയും കേശവും സിദ്ധുവും എല്ലാവരും കൂടി അക്കായും എല്ലാവരും കൂടി എന്തോ ആകാംക്ഷഭരിതരായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും പിടികിട്ടുന്നില്ല കാര്യങ്ങളൊന്നും. ലച്ചു അതിൻ്റെ കൂടി ഇടയ്ക്ക് ഫോണിൽ കൂടി പറയുന്നുണ്ട്, ഡൈവോഴ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ആകെപ്പാട് ആകാംക്ഷകരത്തോടെ എല്ലാവരും പരസ്പരം എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കേശു പറയുന്നുണ്ട്, ഇതുടനെ രണ്ട് പാത്രമൊക്കെ ആക്കി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ശരിയാണ്. നമ്മുടെ ലച്ചു ഫോണിൽ കൂടി പറയുന്നത് ഡൈവേഴ്സിൻ്റെ കേസൊക്കെയാണ് പറയുന്നത്. ഡൈവേഴ്സ് ചെയ്ത് നീയെങ്കിൽ വക്കീലിനൊക്കെയാണ് ഡൈവേഴ്സ് ചെയ്യുന്നൊക്കെ പറയുന്നത്. അതൊക്കെയാണ് ഫോണിൽ കൂടി നമ്മുടെ ലച്ചു അടിച്ചു വിടുന്നത്. എന്തായാലും ലച്ചുവിൻ്റെ ഈ ഫോണിൽ കൂടിയുള്ള ഈ പ്രകടനങ്ങളെല്ലാം കണ്ട് ഉപ്പുമുളക് വീട്ടിൽ എല്ലാവരും അവിടെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് വട്ടം കറങ്ങി ആകാംക്ഷഭരിതരായിട്ട് നടക്കുകയാണ്. അപ്പോഴങ്ങനെ ലച്ചു നമ്മുടെ പറമ്പിലിറങ്ങി നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഉപ്പുമുളക് വീട്ടിലെ പറമ്പിലിറങ്ങി ഫോൺ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ബൈക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഗേറ്റ് കടന്ന് ബൈക്കിലൊരു പെൺകുട്ടി ഒരു ചെറുക്കനാണ് വരുന്നത്. ഒന്നെങ്കിൽ അത് നമ്മുടെ ലച്ചുവിൻ്റെ കൂട്ടുകാരി ആയിരിക്കാം, ഈ പെൺകുട്ടിയായിരിക്കും ലച്ചു ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മുടെ ലച്ചു ഒരു വട്ടർ കമൻ്റ് അടിക്കുന്നുണ്ട്, ഇവരെന്താ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേശുവും സിദ്ധുവും കൂടി ഇവർ വരുന്നത് കണ്ടുകൊണ്ട് വാതിൽക്കൽ തന്നെ നമ്മുടെ ഉപ്പുമുളക് വീടിൻ്റെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കേശു സിദ്ധുവിനോട് പറയുന്നുണ്ട്, നല്ലൊരു പണിയാണ് അളിയാ വരുന്നത്, നല്ലൊരു പണിയാണ് വരുന്നതെന്ന് പറയുന്നത്. സംഭവം നല്ലൊരു പണിയാകാനാണ് സാധ്യത. മിക്കവാറും ലച്ചു വിളിച്ചാൽ ലച്ചുവിൻ്റെ കൂട്ടുകാരി ആരെങ്കിലും ആയിരിക്കും ആ ബൈക്കിനകത്തുള്ളത്, ഭാര്യയും ഭർത്താവുമായിരിക്കും വരുന്നത്. മിക്കവാറും ലച്ചുവിനടുത്ത് പഞ്ഞിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് നോക്കാം. പൊളി എപ്പിസോഡാവും.